ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഇന്ന് ഞങ്ങൾ UK എത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ ഞങ്ങൾ യാത്ര മാത്രമായിരുന്നു, വന്ന് കിടന്നുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ നേരം വെളുത്തു. ഇവിടെ 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 6 മണിക്ക് ഞങ്ങൾക്ക് വേക്കപ്പ് കോൾ കിട്ടി. പക്ഷെ ഞങ്ങൾ അതിൽ നേരത്തെ എഴുന്നേറ്റു. കാരണം ഇവിടെ 4 മണിയായപ്പോഴേ അലാം അടിച്ചു. കാരണം ഇന്നലെ രാവിലെ എഴുന്നേക്കാനായിട്ട് 4 മണിക്ക് അലാം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ 5 മണിയായപ്പോഴേക്കും സജിക്ക് കോള് വന്നു. കാരണം ഇവിടെ 6 മണിയായിട്ടുള്ളെങ്കിലും നാട്ടിൽ 10:45 അപ്പോൾ കോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ പോയി എഴുന്നേറ്റു. പക്ഷെ ഇവിടെ 6 മണിയാണെങ്കിലും നല്ല വെട്ടമാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിലാണ്. 7:30-ക്കാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്. 8 മണിക്കാണ് ഞങ്ങളിന്ന് ബസ്സിൽ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഹോട്ടലിലെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക്, ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. എയർപോർട്ടിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ. അവിടെ താഴെ നിന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാന്ന് തോന്നണു ഫോട്ടോ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. നല്ല ഞങ്ങൾ എത്തിയത് രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാം. ഇവിടെ നിന്ന് എയർപോർട്ട് അടുത്താണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വഴിയിൽ വണ്ടികളൊന്നും അധികം ആയിട്ടില്ല. 6 മണിയല്ലേ ആയിട്ടുള്ളൂ. കുറച്ച് വണ്ടിയും കഴിയുമ്പോഴൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഹോട്ടലിലെ കാഴ്ചകളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ വരാന്തയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇത് ഞങ്ങളുടെ ഹോട്ടലിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ള വരാന്തയാണ്. അവിടെ സിംഹാസനം പോലെ 2 ചെയറും കേട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, എന്തിനാണെന്നറിയില്ല. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ലോബി, ഗ്രൗണ്ട് ഫ്ലോറ്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് 7:30-ക്കാണ്. 7:00-ന് വേറെ ആളുകൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് 7:30 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 6:10 കേട്ടോ സമയം. 6:10 സമയം. ഇതാ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 17 ഡിഗ്രി ഒക്കെ ആയിരിക്കും ഇവിടെ തണുപ്പ്. നേരിയ കാറ്റുമുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഞാൻ കാണിച്ചു തരാം. ഇതാ പാർക്ക് ഗ്രാൻഡ്, ലണ്ടൻ ഹീത്രോ. നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതാണ് ഹോട്ടൽ വരുന്നത്. കണ്ടോ, ഇതാ ഞങ്ങളുടെ ബസ്സാണ് അവിടെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഹോട്ടലിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ്. എനിക്ക് വീഡിയോ പിടിക്കുമ്പോൾ നല്ല തണുക്കുന്നുണ്ട്. നേരി കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നൊരു 17-18. നമ്മൾ നാട്ടിൽ നിന്ന് 35-നും 40-നും ഒക്കെ വന്നിട്ട് ഈ 17-18-ലേക്കൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പാണ്. ഇതാ ഇതിൻ്റെ ഹോട്ടലിൻ്റെ സൈഡ് റോഡാണ് കാണുന്നത്. സ്വരം കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്നോ ഫ്ലൈറ്റ് വരുന്നുണ്ട്. അതാ ഫ്ലൈറ്റ് പോകുന്നു. കണ്ടോ, ഹീത്രോ എയർപോർട്ട് ഇതിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പം ഞാൻ ഏറ്റവും താഴെ നിന്നിട്ടാണ് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോട്ടലിൽ നിന്ന് വഴിയിലേക്കുള്ള വ്യൂ. ഇനി ഞാൻ നിങ്ങളെ ഇന്ന് പോകുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകളെല്ലാം കാണിക്കാം. ഇതാണ് ഹോട്ടലിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയും പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇത് അവിടെ നിന്ന് റോഡിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. ഇവിടെയുള്ള വീടുകളെല്ലാം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പഴയ 2 നില തറവാടുകൾ പോലെയുള്ള വീടുകൾ. ഞങ്ങൾ രാത്രി വന്നപ്പോഴും കണ്ടതെല്ലാം ഏകദേശം വീടുകളെല്ലാം ഒരേപോലെയാണ്. പഴയ ഓടിട്ട 2 നില തറവാടുകളുണ്ടല്ലോ, അതുപോലെയാണ് ഇവിടെ കാണുന്ന ഓൾമോസ്റ്റ്. പിന്നെ വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ ഉണ്ട്. ഇതാ അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട്. അടുത്ത ഫ്ലൈറ്റ് പോകുന്നു. ആകാശമൊക്കെ നല്ല തെളിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഹോട്ടലിൽ വൈഫൈ ഉണ്ട്. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ വൈഫൈ കിട്ടുള്ളൂ. ബസ്സിൽ വൈഫൈ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇന്നാണ് കാര്യം. പക്ഷേ നേരത്തെ പറഞ്ഞിരുന്നു, ഗൈഡ്, ഞങ്ങളുടെ സാന്റാ മോണിക്കയുടെ ഗൈഡ്
ജയകൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹോട്ടലിൽ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഹോട്ടലിൽ മാനേജ്മെൻറ്റൊക്കെ നല്ല മാനേജ്മെൻറ്റാണ്, പക്ഷെ ഞങ്ങളുടെ റൂം ക്ലീൻഡ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഷിഫ്റ്റ് മാറി വന്ന സ്റ്റാഫാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. ആൾ ശരിക്കും അക്കൗണ്ട്സിലുള്ള ആളാണ്, പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോൾ 4th റൂമാണ് അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നിട്ട് ക്ലീൻ ചെയ്ത് തന്നു. ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റെല്ലാം മാറ്റി. അപ്പോൾ അതിന് മുമ്പ് പോയ ഷിഫ്റ്റിൽ പോയവർ ചെയ്യാതിരുന്നതാന്ന് പറഞ്ഞു. ഹൗസ് കീപ്പിംഗ് കുറച്ച് മോശമാണെന്നാണ് പറഞ്ഞത് ഹോട്ടലിൽ. പക്ഷെ അവർ ചെയ്ത് തന്നു കേട്ടോ. ആളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ കൂടി ആൾ ചെയ്ത് തന്നു. പിന്നെ ഞങ്ങളും എല്ലാം ഹെൽപ്പ് ചെയ്തു. കാരണം ഞങ്ങളൊരു 10:30 ഇവിടുത്തെ സമയം 10:30-11 മണിയൊക്കെ ആയി ഞങ്ങളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെയായി കാണാം. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. ഇവിടെ ജസ്റ്റ് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഇവിടെ ഇതാണ് ഞങ്ങൾക്ക് ഇന്നലെ ഇവിടുത്തെ ശരിക്കും അക്കൗണ്ട്സ് നോക്കുന്ന ആളാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളാണ് ഞങ്ങൾക്ക് ഇന്നലെ റൂമെല്ലാം ക്ലീൻ ചെയ്തൊക്കെ തന്നത്. ആളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ കൂടി ആൾ ചെയ്തു വന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ തന്നെയല്ല, റെസ്റ്റോറൻറ്റിൽ വീഡിയോ അലൗഡ് അല്ല. ബൊഫേ ആണ്, അവർ അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെ, ഞങ്ങൾ എല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇന്നത്തെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. സജീം റെഡിയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.